രാപ്പകലില്ലാതെ ചോരനീരാക്കി നമ്മളുണ്ടാക്കിയ പണം മറ്റൊരാൾ വന്നു ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജയും സങ്കടവും തോന്നേണ്ടത് ആർക്കാണ്? തീർച്ചയായും അത് ചോദിച്ചു വരുന്ന വ്യക്തിക്കല്ലേ. ഒരിക്കലും അത് കൊടുക്കേണ്ടി വരുന്ന നമുക്കാവരുത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ചോദിച്ചു വരുന്നവന്റെ മുന്നിൽ എന്തോ വലിയ തെറ്റ് ചെയ്ത കുറ്റവാളിയെപ്പോലെ നെഞ്ചിലൊരു വലിയ ഭാരവുമായി തലതാഴ്ത്തി നിൽക്കേണ്ടി വരിക്കുന്നത് നമ്മളാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിരോധാഭാസം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പിന്നിലെ കാരണം വളരെ ലളിതമാണ്. അവിടെ നമ്മൾ അറിയാതെ തന്നെ അതിശക്തമായ ഒരു വൈകാരിക ചൂഷണത്തിന് അഥവാ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗിന് ക്രൂരമായി ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ ഭയം നിറയ്ക്കുന്ന ഈയൊരു മാനസികാവസ്ഥയെ എന്നേക്കുമായി അറുത്തുമാറ്റാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. പണം ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് കൃത്യമായ മറുപടി നൽകി അവരെ പിന്തിരിപ്പിക്കുന്ന, ഒപ്പം അവരുടെ കണ്ണു തുറപ്പിക്കുന്ന 5 ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും മനോഹരമായ കാര്യമെന്തെന്നാൽ ഇത്രയും ദാക്ഷിണ്യമില്ലാതെ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പോലും അവർക്ക് നമ്മളോടൊരു ബഹുമാനമേ തോന്നൂ. നമ്മൾ ഒരിക്കലും അവരുടെ കണ്ണിൽ മോശക്കാരാവുകയുമില്ല. അതുകൊണ്ട് ഇനി ആരുടെയും മുന്നിൽ തലതാഴ്ത്താതെ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈയൊരു സാഹചര്യം എങ്ങനെ നേരിടാമെന്ന് നമുക്ക് നോക്കാം. പണവും മനുഷ്യബന്ധങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എക്കാലത്തും പരിഹരിക്കാൻ പാടുപെടുന്ന ഒരു വലിയ സമസ്യ തന്നെയാണ്. പ്രിയപ്പെട്ടവർ ഒരു ബുദ്ധിമുട്ടിൽപ്പെടുമ്പോൾ കൈത്താങ്ങാകണം എന്നു തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നത്. എന്നാൽ ഈയൊരു പൊതുചിന്തയെ ചാണക്യൻ തികച്ചും പ്രായോഗികവും അല്പം കഠിനവുമായ മറ്റൊരു കോണിലൂടെയാണ് നോക്കിക്കണ്ടത്. കടം കൊടുക്കുക എന്ന പ്രവൃത്തി പണത്തെ മാത്രമല്ല, നമ്മളെ വിശ്വസിച്ചുകൂടെ നിൽക്കുന്ന ആ നല്ല ബന്ധങ്ങളെക്കൂടി ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഒരു ചിതലാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ പഴയ അനുഭവങ്ങളൊന്നോർത്തു നോക്കൂ. എത്രയോ തവണ നമുക്ക് ജീവനായ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഇങ്ങനെ പണം നൽകിയിട്ടുണ്ടാകും. എന്നാൽ അതിനുശേഷം അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പതിയെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ടാകും. അഥവാ ഇനി നമ്മൾ നമ്മുടെ സ്വന്തം പണം തിരികെ ചോദിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെപ്പോലെ കൈകൂപ്പി നിൽക്കേണ്ടി വരികയും അവരുടെ കണ്ണിൽ നമ്മൾ പെട്ടെന്ന് വലിയൊരു വില്ലനായി മാറിപ്പോവുകയും ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥ പ്രശ്നം മറ്റൊരാൾക്ക് പണം കൊടുക്കുന്നതിലല്ല, മറിച്ച് ആ സാഹചര്യത്തെ നമ്മൾ എത്രത്തോളം നട്ടെല്ലോടെയും ആത്മവിശ്വാസത്തോടെയും കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. നമ്മളോടൊരാൾ പണം ചോദിച്ചു വരുമ്പോൾ ഇല്ല എന്ന് അവരുടെ മുഖത്തു നോക്കി പറയാനുള്ള മടിയും അത് നിരസിച്ചാലുണ്ടാകുന്ന അനാവശ്യമായ കുറ്റബോധവുമാണ് ഭൂരിഭാഗം ആളുകളെയും ഈ കെണിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരുപക്ഷേ മറുത്തു പറഞ്ഞാൽ ആ ബന്ധം അപ്പോൾ തന്നെ തകർന്നുപോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ ഇതിലെ കൈപ്പേറിയ യഥാർത്ഥ സത്യമെന്തെന്നാൽ പണം കൈമാറിക്കഴിഞ്ഞാൽ ആ ബന്ധം ഭാവിയിൽ തകരാനുള്ള സാധ്യത 100% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചാണക്യന്റെ അർത്ഥശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും ഒരുപോലെ ചേർത്തുവെച്ചുകൊണ്ട് അത്തരമൊരു പ്രതിരോധ കവചമാണ് തീർക്കാൻ പോകുന്നത്. പാമ്പിനെ കൊല്ലുകയും വേണം, എന്നാൽ വടിയൊടിയാനും പാടില്ല എന്ന പഴഞ്ചൊല്ലുപോലെ തികച്ചും തന്ത്രപരമായി ഈയൊരു കെണിയിൽ നിന്നും നമുക്കെങ്ങനെ സ്വയം രക്ഷ നേടാമെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് പണം ചോദിച്ചു വരുന്ന ഒരാളുടെ മനസ്സിലെ സ്വാർത്ഥ ചിന്തകളെ നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ ഇത് നിങ്ങളെ അല്പം വിഷമിപ്പിച്ചേക്കാം, എങ്കിലും ഇതാണ് കൈപ്പേറിയ സത്യം. ഒരു ബന്ധു നിങ്ങളോട് പണം ചോദിക്കുമ്പോൾ അവർ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് തങ്ങളുടെ ആവശ്യം നേടാനുള്ള വെറുമൊരു ഉപകരണമായിട്ടാണ് കാണുന്നത്. അവരുടെ കണ്ണിൽ നിങ്ങൾ യാതൊരുവിധ നിയമപരമായ രേഖകളോ പലിശയോ കൃത്യമായ തിരിച്ചടവ് തീയതിയോ ഇല്ലാത്ത, എപ്പോൾ വേണമെങ്കിലും ചൂഷണം ചെയ്യാവുന്ന വെറുമൊരു പാവം ധനകാര്യ സ്ഥാപനം മാത്രമാണ്. അത് അവരുടെ മാത്രം തെറ്റല്ല. എപ്പോഴും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുക എന്നത് മനുഷ്യന്റെ പൊതുവായ സ്വാർത്ഥ സ്വഭാവമാണ്. ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുക്കണമെങ്കിൽ എത്രയോ വിയർപ്പൊഴുക്കണം, എന്തെങ്കിലും ഈടുവെക്കണം, കൃത്യമായ രേഖകൾ നൽകണം. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നത് വളരെ എളുപ്പമാണ്. മുഖത്തൊരു കൃത്രിമ സങ്കടം വരുത്തി പഴയ സെന്റിമെന്റ്സുകളും കുടുംബബന്ധങ്ങളും വലിച്ചിട്ടാൽ മാത്രം മതി. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ വികാരങ്ങൾക്കടിമപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി, നമ്മുടെ വാർദ്ധക്യകാലത്തിനായി ചോരനീരാക്കി സമ്പാദിച്ചുകൂട്ടിയ പണം തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കൈകളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. സ്വന്തം സമ്പാദ്യത്തെ കർശനമായി സംരക്ഷിക്കാത്തവർ ഒടുവിൽ സ്വന്തം കുടുംബത്തിന് തന്നെ ഭാരമായി മാറുമെന്നാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പണം ദാനം ചെയ്യുന്ന ഒരു ദാനധർമ്മിയായി ചിന്തിക്കുന്നത് നിർത്തി സ്വന്തം അധ്വാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായ നിക്ഷേപകനെപ്പോലെ ചിന്തിക്കാൻ ശീലിക്കുക. പക്ഷേ ഈയൊരു മാറ്റം നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനായി ഭൂരിഭാഗം ആളുകൾക്കും, അതായത് 90% പേർക്കും കൃത്യമായി അറിയാത്ത ചാണക്യന്റെ കഠിനമായ ഒന്നാമത്തെ നിയമം നമ്മൾ ജീവിതത്തിൽ പകർത്തിയേ തീരൂ. പലർക്കും സ്വന്തം അധ്വാനത്തിന്റെ ഫലം നഷ്ടപ്പെടുന്നതും ഈയൊരു അറിവില്ലായ്മ കൊണ്ടാണ്. ആ ഒന്നാമത്തെ നിയമം മറ്റൊന്നുമല്ല, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ മുന്നിൽ വന്ന് ആരു പണം ചോദിച്ചാലും അവർ എത്ര വലിയ ജീവന്മരണ സാഹചര്യമാണ് വിവരിക്കുന്നതെങ്കിലും ശരി, ആ നിമിഷത്തിൽ തന്നെ തരാമെന്നോ തരില്ലെന്നോ മറുപടി പറയരുത്. കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതായിരിക്കും.
മുന്നിൽ നിൽക്കുന്നയാൾ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞേക്കാം, കെഞ്ചിയേക്കാം, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് സത്യം ചെയ്തേക്കാം. പക്ഷേ ആ നിമിഷത്തിൽ ഒരു കരിങ്കല്ലിനെപ്പോലെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മനസ്സ് ശാന്തമാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈയൊരു വാചകം മാത്രം അവരോട് പറയുക: നിങ്ങളുടെ ബുദ്ധിമുട്ടെനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്റെ പണം പലയിടങ്ങളിലായി നിക്ഷേപിച്ചിരിക്കുകയാണ്, അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ ഭാര്യയോടോ അച്ഛനോടോ ഒന്ന് സംസാരിക്കുകയും വേണം. ഞാൻ എന്തായാലും നാളെ ഈ സമയത്തിനുള്ളിൽ കൃത്യമായൊരു മറുപടി പറയാം. ഈ 24 മണിക്കൂർ നിയമം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായി മാറും. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം നൽകുന്നു എന്ന് മാത്രമല്ല, മുന്നിൽ നിൽക്കുന്നയാളുടെ ആവശ്യത്തിലെ സത്യസന്ധത തിരിച്ചറിയാനുള്ള ഒരു വഴി കൂടിയാണ്. അവരുടെ ആവശ്യം അത്രയ്ക്ക് യഥാർത്ഥവും അടിയന്തരവുമാണെങ്കിൽ അവർ ഈ 24 മണിക്കൂർ കാത്തുനിൽക്കില്ല, പകരം മറ്റാരെയെങ്കിലും സമീപിച്ച് ആ പ്രശ്നം പരിഹരിക്കും. എന്നാൽ പണം ചോദിക്കുന്നത് ചൂതാട്ടത്തിനോ ധൂർത്തടിക്കാനോ അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിനോ ആണെങ്കിൽ അവർ തീർച്ചയായും ആ 24 മണിക്കൂർ കാത്തുനിൽക്കും. ഈയൊരു സമയപരിധി അവർക്ക് കൃത്യമായൊരു സൂചനയാണ് നൽകുന്നത്. നിങ്ങൾ വികാരങ്ങൾ കടിപ്പെട്ട് എളുപ്പത്തിൽ വീണുപോകുന്ന ഒരു മണ്ടനല്ലെന്നും എപ്പോഴും പണവും കൊണ്ട് നടക്കുകയല്ലെന്നും അവർക്ക് ഇതിലൂടെ കൃത്യമായി മനസ്സിലാകും. ഓർക്കുക, സമയം ചോദിക്കുക എന്നത് കേവലം ഒരു തന്ത്രം മാത്രമാണ്, അന്തിമമായ ആയുധമല്ല. യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത് ഈ 24 മണിക്കൂറിന് ശേഷം അവരുടെ ഫോൺ വിളി വീണ്ടും വരുമ്പോഴാണ്. ഒരു ധനകാര്യ സ്ഥാപനം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് ഇനി നമ്മൾ നീങ്ങേണ്ടത്. എന്നാൽ വ്യവസ്ഥകൾ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. ചാണക്യൻ സത്യസന്ധതയുടെ പുനഃപരിശോധന എന്ന് വിശേഷിപ്പിച്ച ആ നിർണായക ഘട്ടത്തിലേക്കാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. 24 മണിക്കൂറിന് ശേഷം അവർ വീണ്ടും ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഒട്ടും പതറാനോ പ്രതിരോധത്തിലാകാനോ പാടില്ല. നിങ്ങളുടെ കൈവശം ഇപ്പോൾ പണമില്ലെന്ന കാര്യത്തിൽ അവർക്ക് മുന്നിൽ അനാവശ്യ വിശദീകരണങ്ങൾ നൽകി സ്വയം ചെറുതാകേണ്ട യാതൊരു സാഹചര്യവുമില്ല. അതിനുപകരം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തിരികെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ചോദ്യങ്ങളായിരിക്കണമത്. ഒരു ബാങ്ക് ഒരാൾക്ക് വായ്പ അനുവദിക്കുമ്പോൾ അയാളുടെ സങ്കടത്തിന്റെ ആഴമല്ല നോക്കുന്നത്, മറിച്ച് ആ തുക എങ്ങനെ കൃത്യമായി തിരിച്ചടക്കും എന്നാണ് അന്വേഷിക്കുന്നത്. നിങ്ങളും ഇവിടെ പിന്തുടരേണ്ടത് ഇതേ തന്ത്രമാണ്. എന്നാൽ സംസാരിക്കുന്ന രീതി വളരെ ഹൃദ്യവും തന്ത്രപരവുമായിരിക്കണം. അവരുടെ മനസ്സൊട്ടും വിഷമിക്കാനും പാടില്ല. അവരോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം ഇതുപോലെയായിരിക്കണം: സുഹൃത്തേ, നിന്നെ സഹായിക്കാൻ എനിക്ക് പരമാവധി ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്ത 3 മാസത്തിനുള്ളിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപത്തുക അടച്ചു തീർക്കാൻ ഈ തുക കൃത്യമായി തിരികെ വേണം. അതുകൊണ്ട് ഇത് തിരിച്ചുതരാൻ നിന്റെ മനസ്സിലുള്ള കൃത്യമായ പ്ലാൻ എന്താണ്? എവിടെ നിന്നാണ് ഈ പണം നിനക്ക് ലഭ്യമാകുന്നത്? ഈയൊരു ചോദ്യം അവരുടെ ചിന്തകളിൽ വലിയൊരു ചലനം സൃഷ്ടിക്കും. ഇവിടെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിങ്ങൾ എപ്പോൾ തരുമെന്നല്ല ചോദിക്കുന്നത്, മറിച്ച് എങ്ങനെ തരുമെന്നാണ്. സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പക്കൽ അതിന് കൃത്യമായ മറുപടിയുണ്ടാകും. തന്റെ സ്ഥിരനിക്ഷേപ കാലാവധി തികയാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ ശമ്പളം വരുമ്പോൾ തരാമെന്നോ ഒക്കെ അവർ വ്യക്തമായി പറയും. എന്നാൽ നിങ്ങളെ പറ്റിക്കാൻ ഉദ്ദേശിച്ചു വന്ന ഒരാളാണെങ്കിൽ ഈ ചോദ്യത്തിനു മുന്നിൽ അയാൾ പതറിപ്പോകും. കൃത്യമായ ഉത്തരം നൽകാതെ വിഷയം മാറ്റാൻ അവർ ശ്രമിക്കും. നീ അതോർത്ത് പേടിക്കേണ്ട, ഞാൻ തന്നേക്കാം, അല്ലെങ്കിൽ നിനക്കെന്നെ വിശ്വാസമില്ലേ എന്നൊക്കെയാവും അവരുടെ മറുചോദ്യങ്ങൾ. അവർ ഇത്തരത്തിൽ സംസാരിച്ചു തുടങ്ങിയാൽ അവിടെ അപകടമുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഈ വിശ്വാസമെന്ന് പറയുന്ന വാക്കാണ് നമ്മളെ കെണിയിലാക്കാൻ അവർ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ വൈകാരിക ആയുധം. ഇവിടെയാണ് ചാണക്യൻ പഠിപ്പിക്കുന്ന ആ ദാക്ഷിണ്യമില്ലാത്ത വ്യക്തത നമ്മൾ പുറത്തെടുക്കേണ്ടത്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അല്ലെങ്കിൽ ഫോണിലൂടെ തികച്ചും ശാന്തവും എന്നാൽ ദൃഢവുമായ ശബ്ദത്തിൽ ഇങ്ങനെ പറയുക: വിശ്വാസം എനിക്ക് ദൈവത്തോട് പോലുമുണ്ട്, പക്ഷേ അനുഗ്രഹം കിട്ടണമെങ്കിൽ വരിയിൽ തന്നെ നിൽക്കണമല്ലോ. നമ്മുടെ ബന്ധത്തിന്റെ മൂല്യം പണത്തേക്കാൾ എത്രയോ വലുതാണ്. നിന്റെ കയ്യിൽ ഇത് തിരികെ തരാൻ കൃത്യമായ ഒരു മാർഗവുമില്ലാതെ വരികയും പിന്നീട് നിനക്കത് തരാൻ സാധിക്കാതെയും വന്നാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് വെറും പണമല്ല, എനിക്ക് നിന്നെയാണ് നഷ്ടപ്പെടുക. പണത്തിന്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള ഈ നല്ല സൗഹൃദം തകരാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ അവിടെ ഇല്ല എന്ന് നേരിട്ട് പറഞ്ഞ് അവരെ വേദനിപ്പിച്ചതുമില്ല, എന്നാൽ പന്ത് കൃത്യമായി അവരുടെ ഭാഗത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. നിങ്ങൾ പണത്തിന് പിന്നാലെ പോകുന്ന സ്വാർത്ഥനല്ലെന്നും ബന്ധങ്ങൾക്കേറെ വില കൽപ്പിക്കുന്ന ആളാണെന്നും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഈയൊരു കഠിനമായ യുക്തിക്ക് മുന്നിൽ അവർക്ക് മറുചോദ്യങ്ങളുണ്ടാകില്ല, കാരണം ബന്ധത്തെയാണ് നിങ്ങൾ അവിടെ ഒരു വലിയ പ്രതിരോധ കവചമാക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ ഭയങ്കര ശാഠ്യക്കാരായിരിക്കും. ഇല്ലില്ല, ഞാൻ ഉറപ്പായും തരും, സത്യം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കും. ഇങ്ങനെയുള്ള കടുംപിടുത്തക്കാരെ നേരിടാൻ ചാണക്യൻ ഒരു ബ്രഹ്മാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രയോഗിച്ചാൽ അവരുടെ സകല അഹങ്കാരവും പത്രാസും അപ്പോഴേ തീരും. കേട്ടാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയും ലളിതവും എന്നാൽ പവർഫുള്ളുമായ ഒരു വഴിയാണത്. ആ ബ്രഹ്മാസ്ത്രമാണ് സമ്പത്തിന്റെ ഈട്, അഥവാ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുന്ന കൊളാറ്ററൽ. കൃത്യമായ തെളിവോ ഈടോ ഇല്ലാതെ ഒരാൾക്ക് പണം നൽകുന്നത് മണലിലൊഴിച്ച വെള്ളം പോലെയാണെന്നാണ് ചാണക്യൻ പറയുന്നത്. ആ പണം ഒരിക്കലും തിരിച്ചുകിട്ടില്ല. ഇനി മുന്നിൽ നിൽക്കുന്ന ആൾക്ക് തന്റെ വാക്കുകളിൽ അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ, പണം കൃത്യമായി തിരിച്ചടയ്ക്കുമെന്ന് 100% വിശ്വാസമുണ്ടെങ്കിൽ, പിന്നെ ഒരു ഗ്യാരണ്ടി നൽകാൻ അയാൾ എന്തിനാണ് പേടിക്കുന്നത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും വികാരങ്ങൾ കടിപ്പെടരുത്. പകരം ഒരു പക്കാ ബിസിനസ്സുകാരനെപ്പോലെ കൃത്യതയോടെ ചിന്തിക്കാൻ ശീലിക്കണം. തികച്ചും ശാന്തമായി എന്നാൽ വ്യക്തതയോടെ അവരോട് പറയുക:
നോക്കൂ സുഹൃത്തേ, നിയമവും രീതികളും എല്ലാവർക്കും ഒന്നുതന്നെയാണ്. നിനക്ക് പണം തരുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ഇത്രയും വലിയൊരു തുക കൈമാറുമ്പോൾ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക എന്നത് എന്റെയൊരു നിർബന്ധമാണ്. അതുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ അല്ലെങ്കിൽ അതിന് തുല്യമായ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഈടായോ തരിക. നിങ്ങൾ ഈയൊരു നിബന്ധന അവരുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ആ നിമിഷം അങ്ങനെയുള്ള ആളുകളിൽ 99% പേരും ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്താ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് വളർന്ന കൂട്ടുകാരല്ലേ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത്രയും അടുത്ത ബന്ധുക്കളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ വൈകാരികമായി സമ്മർദ്ദത്തിലാക്കാൻ നോക്കും. പക്ഷേ അവിടെ നിങ്ങളൊട്ടും പതറിപ്പോകരുത്. ഓർക്കുക, അത് അവരുടെ യഥാർത്ഥ ദേഷ്യമല്ല, മറിച്ച് ഉള്ളിലെ കള്ളത്തരം എവിടെയെങ്കിലും പിടിക്കപ്പെടുമോ എന്ന ഭയമാണ് അവിടെ പുറത്തുവരുന്നത്. ഒരു ചെക്കിൽ ഒപ്പിട്ടുതരാൻ പോലും മടിക്കുന്നവന്റെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ പണം കൃത്യമായി തിരിച്ചുതരണമെന്നല്ല എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കണം. പണമിടപാടുകളിൽ അനാവശ്യമായ നാണവും മടിയും മാറ്റിവെച്ച് കൃത്യതയും കാർക്കശ്യവും കാണിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോകാൻ കഴിയൂ എന്നാണ് ചാണക്യനീതി നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ ഒരു ഗ്യാരണ്ടി തരാൻ മടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുറപ്പിക്കാം. അവർക്ക് പിണക്കമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുക. കാരണം പണം വാങ്ങി പിന്നീട് വഞ്ചിക്കുന്ന ഒരു ചതിയനേക്കാൾ എത്രയോ ഭേദമാണ് പണം തരാത്തതിന്റെ പേരിൽ പിണങ്ങി ദൂരേക്ക് മാറിപ്പോകുന്ന ഒരു ബന്ധു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളോട് നേരിട്ടൊരു ഈട് ചോദിക്കാൻ വലിയ മടിയായിരിക്കും. ഒരുപക്ഷെ അവർ നമ്മളെക്കാൾ പ്രായത്തിൽ ഒരുപാട് മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധം അത്രമേൽ വഴുതുന്ന ഒന്നായിരിക്കാം. ഇത്തരം വിഷമഘട്ടങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്ന മനോഹരമായൊരു തന്ത്രമുണ്ട്: പരോക്ഷമായ മറുപടി. അതായത് നമ്മൾ നേരിട്ടൊരു കാര്യം നിഷേധിക്കാതെ അതിനൊരു മൂന്നാമതൊരു വ്യക്തിയെ മുൻനിർത്തി തന്ത്രപരമായി ഒഴിയുക. ഇവിടെ നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല, പകരം സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത രീതിയിൽ മറ്റൊരു വ്യക്തിയെ വില്ലനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ ശാന്തമായി സ്നേഹത്തോടെ നിങ്ങൾക്ക് അവരോട് പറയാം: അമ്മാവ അല്ലെങ്കിൽ ചേട്ടാ, എനിക്കിപ്പോൾ തന്നെ ഈ തുക തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാനാണ്? എന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്റെ ഭാര്യയോ അല്ലെങ്കിൽ അച്ഛനോ ആണ്. ഈയടുത്ത കാലത്ത് കയ്യിൽ പണം അധികം സൂക്ഷിക്കരുതെന്ന് അവർക്ക് കർശന നിർബന്ധമുണ്ട്. ഇനി അവരോട് ചോദിക്കാതെ ഞാൻ ഈ പണമെടുത്താൽ വീട്ടിൽ വലിയൊരു തർക്കവും പ്രശ്നങ്ങളുമുണ്ടാകും. നോക്കൂ, എത്ര ബുദ്ധിപൂർവമാണ് നിങ്ങളിവിടെ സ്വയം ഒരു നല്ലവനായി നിന്നുകൊണ്ട് തന്നെ ആ ആവശ്യം നിരസിച്ചത്. ഇനി അവർ വീണ്ടും നിർബന്ധം പിടിച്ചാൽ പോലും അവർക്ക് നിങ്ങളോടല്ല, മറിച്ച് അവിടെയില്ലാത്ത നിങ്ങളുടെ കുടുംബാംഗത്തോടോ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ആളോടോ ആണ് എതിർക്കേണ്ടി വരുന്നത്. ഈ വഴി നിങ്ങളെ നേരിട്ടുള്ളൊരു മുഖാമുഖത്തിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കും. കാര്യം നടക്കുകയും വേണം, എന്നാൽ കയ്യനങ്ങുകയും അരുത് എന്ന രീതിയിൽ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് ചാണക്യൻ പറയുന്നത്. എന്നാൽ ഇനി മുന്നിൽ നിൽക്കുന്ന ആൾ അതീവ അതിസമർത്ഥനാണെന്ന് കരുതുക. അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പറയും: ശരി, നീ ഭാര്യയോട് സംസാരിക്ക്, ഞാനിവിടെ കാത്തുനിൽക്കാം. ഇപ്പോൾ അയാൾ നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെയാണ് ചാണക്യന്റെ ഏറ്റവും തന്ത്രപരമായ അടുത്ത കരു നീക്കേണ്ടത്. അതാണ് ഇല്ലായ്മയുടെ ഭ്രമം. ആളുകൾ നിങ്ങളോട് പണം ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം വെറുതെ കിടക്കുന്നുണ്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ്. ആദ്യം തന്നെ അവരുടെ ആ ധാരണ നമ്മൾ തിരുത്തണം. നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, പക്ഷേ അത് പെട്ടെന്നെടുക്കാൻ പാകത്തിലല്ല എന്ന് അവരെ വിശ്വസിപ്പിക്കണം. അവരോട് പറയുക: എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആ തുക മുഴുവൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഗഡുവായിട്ടോ അടച്ചു തീർത്തത്. ആ പണം ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അവരുടെ ധൈര്യം ചോർത്തുന്ന ഒരു ട്വിസ്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുവരണം. നിനക്ക് വേണ്ടി ഞാൻ ആ FD കാലാവധിക്ക് മുൻപ് പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ ബാങ്കിന്റെ നിയമപ്രകാരം അങ്ങനെ ചെയ്യുമ്പോൾ 10% പിഴ ഈടാക്കും. അതായത് ഞാൻ 1,00,000 രൂപ പിൻവലിച്ചാൽ എനിക്ക് 10,000 രൂപയുടെ നഷ്ടം വരും. ഈ 10,000 രൂപയുടെ നഷ്ടം സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി ആ പണം എടുക്കാം. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. ലോകത്തൊരു കടം വാങ്ങാൻ വരുന്നവനും നിങ്ങൾക്ക് വരുന്ന നഷ്ടം നികത്താൻ തയ്യാറാവില്ല. അവർ വന്നിരിക്കുന്നത് ലാഭം നോക്കിയാണ്. എപ്പോഴാണോ നിങ്ങൾ നഷ്ടത്തിന്റെ കണക്കുകൾ അവരുടെ മുന്നിൽ നിരത്തുന്നത്, അപ്പോൾ തന്നെ അവരുടെ ആവേശം തണുക്കും. കേവലം 5,000 രൂപയ്ക്കു വേണ്ടി 5,000ന്റെ നഷ്ടം എന്തിനാണ് സഹിക്കുന്നത് എന്നവർ ചിന്തിക്കും. അവർ സ്വയം തന്നെ പറയും: ഏയ്, അതൊന്നും വേണ്ട, നിനക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് എനിക്ക് പണം വേണ്ട. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും പോകാതെ ബുദ്ധിപൂർവ്വം അവരെ മടക്കി അയക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ എപ്പോഴും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നയാൾ യഥാർത്ഥത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കാം. ആരെങ്കിലും പെട്ടെന്നൊരു രോഗം വന്ന് ആശുപത്രിയിലാവുകയോ, കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ വിപത്തിൽപ്പെടുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവരെ സഹായിക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റല്ലേ എന്ന് നമ്മുടെ മനസ്സ് നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിയേക്കാം. ഇവിടെയാണ് ചാണക്യൻ വളരെ മനോഹരവും എന്നാൽ നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നതുമായ ഒരു വഴി കാട്ടിത്തരുന്നത്. ദാനവും കടവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ഒരേ സാമ്പത്തിക നിലവാരമുള്ളവർ തമ്മിൽ മാത്രമേ കടം കൊടുക്കൽ വാങ്ങലുകൾ നടത്താവൂ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. നമ്മളെക്കാൾ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അറിയാതെ നമ്മൾ അയാളെ ഒരു ശത്രുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് 50,000 രൂപ ചോദിക്കുന്നുവെന്ന് കരുതുക. എന്നാൽ അയാളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് അത് തിരിച്ചുതരാൻ അയാൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്കും നന്നായി അറിയാം. എങ്കിൽ ആ തുക അയാൾക്ക് ഒരിക്കലും കടമായി നൽകരുത്. കാരണം കടമായി നൽകിയാൽ അവിടെ 3 വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. 1. നിങ്ങളുടെ ആ പണം നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. 2. കുറച്ചുനാൾ കഴിഞ്ഞ് നിങ്ങളത് തിരികെ ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരികയും അത് വലിയൊരു വഴക്കിൽ ചെന്നവസാനിക്കുകയും ചെയ്യും. 3. പണം കൃത്യസമയത്ത് തരാൻ കഴിയാത്തതിന്റെ ആ ഒരു നാണക്കേടുകൊണ്ട് അയാൾ നിങ്ങളെ കാണുന്നത് തന്നെ പിന്നീട് പൂർണ്ണമായി ഒഴിവാക്കും. അതായത്, ഒരു സഹായം ചെയ്യാൻ പോയതിലൂടെ ആ പണവും ആ വ്യക്തിയുമായുള്ള ബന്ധവും നിങ്ങൾക്കൊരേപോലെ നഷ്ടപ്പെട്ടു. ഇതിന് പകരമായി നമ്മൾ അവിടെ കാണിക്കേണ്ടത് വളരെ തന്ത്രപരമായൊരു ഉദാരതയാണ്. അയാളോട് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും പറയുക, സഹോദര, എന്റെ പണം ഇപ്പോൾ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് എനിക്ക് നിനക്ക് 50,000 രൂപ തരാൻ കഴിയില്ല. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ആ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് എന്റെ വക ചെറിയൊരു സഹായമായി 5,000 അല്ലെങ്കിൽ 10,000 രൂപ ഞാൻ തരാം. ഇത് നീ എനിക്ക് തിരിച്ചു തരേണ്ടതില്ല. നമ്മുടെ ഈ ഒരു ചെറിയ പ്രവൃത്തി അവിടെ വരുത്തുന്ന മാറ്റം അത്ഭുതാവഹമാണ്. ഇതിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാമതായി, നിങ്ങളുടെ കയ്യിൽ നിന്നും വലിയൊരു തുക, അതായത് 50,000 രൂപ നഷ്ടപ്പെടാതെ വെറും 5,000 10,000 രൂപ കൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു. രണ്ടാമതായി, ആ വ്യക്തിയുടെ മുന്നിൽ നിങ്ങളുടെ ബഹുമാനം പലമടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുക. കാരണം നിങ്ങൾ അയാളെ ഒരു കടക്കാരനാക്കി അപമാനിച്ചില്ല, മറിച്ച് ഒരു സഹോദരനെപ്പോലെ ചേർത്തുപിടിക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങൾ ഭാവിയിലേക്കായി ഒരു ലക്ഷ്മണരേഖ അവിടെ വരച്ചു കഴിഞ്ഞു എന്നതാണ്. നിങ്ങളിൽ നിന്നും ഇങ്ങനെയൊരു ദാനം സ്വീകരിച്ച ഒരാളുടെ മനസാക്ഷി ഇനി ഒരിക്കലും നിങ്ങളോട് വലിയൊരു തുക കടം ചോദിക്കാൻ അയാളെ അനുവദിക്കില്ല. അടുത്ത തവണ 1,00,000 രൂപ ചോദിക്കുന്നതിനു മുൻപ് അയാൾ 100 വട്ടം ചിന്തിക്കും. കാരണം കഴിഞ്ഞ തവണ ഇവർ തികച്ചും സൗജന്യമായാണ് സഹായിച്ചത്. ഇനി വീണ്ടും പണം ചോദിക്കുന്നത് വളരെ മോശമാണ് എന്ന ചിന്ത അയാളുടെ മനസ്സിൽ ആഴത്തിൽ ഉറച്ചുപോകും. ഇതിനെയാണ് ചെറിയൊരു വില കൊടുത്ത് വലിയൊരു വിപത്തിൽ നിന്നും നമ്മെ എന്നേക്കുമായി രക്ഷിക്കുക എന്ന് പറയുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചെറിയ തുകകളുടെ കാര്യത്തിൽ മാത്രമേ പ്രായോഗികമാകൂ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ആരെങ്കിലും നിങ്ങളോടൊരു ബിസിനസ് തുടങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഇടപാടുകൾക്കോ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചാലോ? അവിടെ ഈ ദാനത്തിന്റെ നയം ഒരിക്കലും നടപ്പിലാകില്ല. അത്തരം വലിയ സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് പാളിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ അബദ്ധം പറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ തകർന്ന് നമ്മൾ തെരുവിലേക്കിറങ്ങേണ്ടിവരും. ഇത്തരം വമ്പന്മാരായ ആളുകളെ നേരിടാൻ ചാണക്യൻ ഒരു രേഖാചിത്രക്കെണി അഥവാ ഡോക്യുമെന്റേഷൻ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട്. എത്ര വലിയ ബുദ്ധിമാന്മാരായ ബന്ധുക്കളും സുഹൃത്തുക്കളും വീണുപോകുന്ന ഒന്നാണത്. ഇനി അവർ അതിൽ വീണില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ അതെപ്പോഴും ഉറപ്പാക്കും. ഈയൊരു അവസാനഘട്ടം കൃത്യമായി അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം ബന്ധുക്കൾക്കെതിരെ കോടതി കയറിയിറങ്ങുന്നത്. തുക വലുതാകുമ്പോൾ ബന്ധങ്ങളുടെ അതിർവരമ്പുകളേക്കാൾ പ്രാധാന്യം നിയമപരമായ രേഖകളുടെ കൃത്യതയ്ക്ക് നൽകുക തന്നെ വേണം. ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വലിയ സത്യമുണ്ട്: വ്യക്തമായ എഴുത്തുകുത്തുകളില്ലാതെ നടത്തുന്ന ഏതൊരു വലിയ ഇടപാടും ഭാവിയിൽ ഒരു വലിയ തർക്കത്തിന് വഴിവെക്കുമെന്ന്. നാളെ നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളാരെങ്കിലും ബിസിനസിന്റെയോ വസ്തുവിന്റെയോ ഒക്കെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അവിടെ വികാരങ്ങൾക്കൊട്ടും സ്ഥാനം നൽകരുത്. തികച്ചും പ്രൊഫഷണലായ ഒരു വ്യക്തിയെപ്പോലെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒട്ടും മടിക്കാതെ അവരോട് നേരിട്ട് പറയുക, സഹായിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ ഇത്രയും വലിയൊരു തുക കൈമാറുമ്പോൾ എനിക്കും എന്റെ സിഎയ്ക്കും കൃത്യമായ ഒരു ലിഖിത കരാറും ഒപ്പം ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കും ആവശ്യമുണ്ട്. ഇത് കേവലം ഒരു ഔപചാരികത മാത്രമാണ്. നാളെ എന്റെ ടാക്സ് റെക്കോർഡുകൾ കൃത്യമായിരിക്കാൻ വേണ്ടിയാണിത്. ഇവിടെ നിങ്ങൾ അവരെ സംശയിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ടാക്സിന്റെയും നിയമത്തിന്റെയും വഴിയിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. നിങ്ങളുടെ എത്ര അടുത്ത ബന്ധുവാണെങ്കിലും അവരുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഈ പേപ്പറുകളിൽ ഒപ്പിടാൻ അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. എന്നാൽ അതിനുപകരം നമ്മൾ തമ്മിൽ എന്ത് എഴുത്തും കുത്തും, നിനക്കെന്റെ വാക്കിന് ഒരു വിലയുമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴികഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുറപ്പിച്ചോളൂ. അവരുടെ ആ വിസമ്മതത്തിൽ തന്നെയാണ് അവരുടെ യഥാർത്ഥ മുഖം ഒളിഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് മുഖത്തൊരു പുഞ്ചിരിയോടെ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ വാക്കിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്, പക്ഷെ നിയമത്തിന് വേണ്ടത് വാക്കുകളല്ല, രേഖകളാണ്. നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല. ഇവിടെ നിങ്ങൾ ക്രൂരനാകുകയല്ല, മറിച്ച് വിവേകത്തോടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചാണക്യന്റെ ഏറ്റവും കൈപ്പേറിയതും എന്നാൽ അത്രമേൽ സത്യവുമായ ഒരു പാഠത്തെക്കുറിച്ച് പറയാം. അതാണ് ബന്ധങ്ങളുടെ മൂല്യം നിശ്ചയിക്കൽ. ചില നിമിഷങ്ങളിൽ ഇങ്ങനെയൊരു കഠിനമായ തീരുമാനം നിങ്ങൾക്കെടുത്തേ മതിയാകൂ. അതായത്, ഈ പണം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ ഈ ബന്ധം നിലനിർത്തേണ്ടത് എന്ന് ചിന്തിക്കുക. പണം കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആരെങ്കിലും നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോളൂ, അവിടെ ഒരിക്കലും ഒരു യഥാർത്ഥ ബന്ധമുണ്ടായിരുന്നില്ല.
അത് വെറുമൊരു കച്ചവടം മാത്രമായിരുന്നു. നിങ്ങളുടെ നിഷേധത്തോടെ ആ കച്ചവടം അവസാനിച്ചു എന്നു മാത്രം. ഇത്തരം പൊള്ളയായ ബന്ധങ്ങളുടെ ഭാരവും ചുമന്ന് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കുന്നത്. സ്വയം സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം എന്നാണ് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക അതിരുകൾക്ക് നിങ്ങൾ തന്നെ കാവലാളാകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയുമാണ് അവിടെ സുരക്ഷിതമാകുന്നത്. ഇല്ല എന്നു പറയുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, മറിച്ച് അത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്, നിങ്ങളുടെ ധീരതയാണ്. ഓർക്കുക, സ്വന്തം സമ്പാദ്യത്തെ ബഹുമാനിക്കുന്നവരെ മാത്രമേ ഈ ലോകവും ബഹുമാനിക്കാറുള്ളൂ. ചോദിക്കുന്നവർക്കെല്ലാം മുന്നിൽ സ്വന്തം ഖജനാവ് തുറന്നിടുന്നവനെ ഈ ലോകം ഒരിക്കലും ഒരു ദാതാവായി കാണില്ല, മറിച്ചൊരു വിഡ്ഢിയായേ കണക്കാക്കൂ. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, വിഡ്ഢികളുടെ കൈകളിൽ ലക്ഷ്മി ഒരിക്കലും നിലനിൽക്കാറില്ല എന്ന്. അതുകൊണ്ട് ഇനിമുതൽ കടം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഒട്ടും പരിഭ്രാന്തരാകരുത്. ആഴത്തിലൊരു ശ്വാസമെടുത്ത് ചാണക്യൻ ഉപദേശിച്ച ആ 5 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ചിന്തിക്കാൻ സമയം ചോദിക്കുക, കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക, കയ്യിൽ പണമില്ലെന്നൊരു ധാരണ പരത്തുക, ചെറിയൊരു തുക മാത്രം സഹായമായി നൽകുക, ഒപ്പം കൃത്യമായ പേപ്പർ വർക്കുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും, ഇല്ല എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമല്ല, മറിച്ച് മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന കാര്യമാണെന്ന്. ചാണക്യന്റെ ഈ സാമ്പത്തിക പ്രതിരോധ തന്ത്രത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ മൈ മണി മൈ റൂൾസ് എന്ന് രേഖപ്പെടുത്തുക. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം ഇനിമുതൽ ആർക്കും ദുരുപയോഗം ചെയ്യാൻ വിട്ടുകൊടുക്കില്ല എന്ന നിങ്ങളുടെ ദൃഢനിശ്ചയമായിരിക്കണമത്. ഒപ്പം സ്വന്തം നിഷ്കളങ്കത കൊണ്ട് എപ്പോഴും മറ്റുള്ളവരാൽ ചതിക്കപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷേ ഇത് അവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും കാത്തുസൂക്ഷിച്ചേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.